പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിഷേകിന്റെ ഇപ്പോഴത്തെ അവസ്ഥ തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് അഭിഷേകിനെ സഹായിക്കുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ദേവരാജൻ. ഇതേ തുടർന്ന് ദേവരാജൻ ഉടൻ തന്നെ അഭിഷേക് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം തുറന്നു പറയുന്നതിന് തയ്യാറാവുകയാണ് ഇഷയോട്. ഇഷയുടെ മനസ്സിൽ ഇപ്പോഴും അഭിഷേക് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം എനിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നതിനായി ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഈ കാര്യം കേൾക്കുന്ന ഇഷ ഇനി അതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ലല്ലോ അങ്കിൾ. ദേവരാജന്റെ മകളെയാണ് അഭിഷേക് വിവാഹം കഴിച്ചത് എന്നുള്ള കാര്യം എനിക്കറിയാം അങ്കിൾ. പേടിക്കുന്നത് പോലെ യാതൊന്നും ഇനി സംഭവിക്കുകയില്ല. ഞാൻ ഒരിക്കലും അഭിഷേകിന്റെയും ദേവബാലയുടെയും ജീവിതത്തിലേക്ക് ഒരു ശല്യമായി വരാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്കിൾ ധൈര്യമായി തിരിച്ചു പോകാം. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഞാൻ അതൊന്നും പറയാനല്ല ഇവിടേക്ക് വന്നത്. ഇഷയോട് കുറച്ച് കാര്യങ്ങൾ വ്യക്തമാക്കാനുണ്ടായിരുന്നു. ഇഷ അറിയാത്ത കുറച്ച് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇഷ ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടത്. ഇത് കേട്ടതിനെ തുടർന്ന് ഇഷ ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ. ഇതേ തുടർന്ന് ഇഷ കാര്യങ്ങൾ വ്യക്തമാക്കാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ അപ്പോഴേക്കും ദേവരാജൻ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാൻ ഇടയാകുന്ന റാം മോഹൻ എന്തൊക്കെ സംഭവിച്ചാലും അയാളെ വീട്ടിൽ നിർത്തരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വീട്ടിലെ വേലക്കാർക്ക്. ഉടൻ തന്നെ അയാളെ ചവിട്ടി പുറത്താക്കണം. അയാൾ ഒരു നിമിഷം പോലും എൻ്റെ വീട്ടിൽ ഇനി ഉണ്ടാകാൻ പാടില്ല. അതെൻ്റെ നിർദ്ദേശമാണ്. നിങ്ങൾ ഉടൻ തന്നെ അത് പാലിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് വീട്ടിലെ വേലക്കാർ ആ നിർദ്ദേശം പാലിക്കാൻ ഇടയായിരിക്കുകയാണ്. ഇതോടെ ദേവരാജനോട് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയാണ് അവർ. പക്ഷേ ഞാൻ പറയുന്നത് പൂർത്തിയാക്കാൻ തന്നെ അനുവദിക്കണം എന്ന് ദേവരാജൻ അപേക്ഷിക്കുന്നുവെങ്കിലും അതിൻ്റെയൊന്നും ആവശ്യം ഇല്ല എന്ന് വ്യക്തമാക്കുന്ന അവർ ദേവരാജന് മടങ്ങാം. ഇപ്പോൾ മര്യാദയ്ക്കാണ് പറയുന്നത്. ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് തള്ളി പുറത്താക്കാനും ഞങ്ങൾക്ക് കൃത്യമായി അറിയാം എന്നുള്ള ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്നറിയാത്ത അവസ്ഥയിൽ ആയിരിക്കുകയാണ് ദേവരാജൻ. ഇതേ തുടർന്ന് അവിടെ നിന്ന് നിരാശനായി ഇറങ്ങിപ്പോരേണ്ട അവസ്ഥ ദേവരാജന് ഉണ്ടായിരിക്കുകയാണ്. ഇതോടെ ഇഷയുടെ മനസ്സിൽ സംശയങ്ങൾ ജനിച്ച് തുടങ്ങുകയും ചെയ്യുന്നു. സ്വന്തം മകളെ എതിർത്തുകൊണ്ട് എന്തിനാണ് ദേവരാജൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന ചോദ്യം വേട്ടയാടുകയാണ് ഇഷയെ. ഇതോടെ രാജിയെ ചെന്ന് കാണുന്ന ഇഷ എന്തോ എന്നോട് തുറന്നു പറയാനാണ് അദ്ദേഹം ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. സ്വന്തം മകളെ എതിർത്തുകൊണ്ടാണ് അയാൾ വന്നത്. അതുകൊണ്ട് തന്നെ എന്തോ ഒരു രഹസ്യം അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. എനിക്ക് ആ രഹസ്യം അറിയണം. അതിനുവേണ്ടി അയാളെ ഒരു തവണ കൂടി കണ്ടേ മതിയാകൂ. പക്ഷേ ഇത് കേൾക്കുന്ന രാജി അയ്യോ മോളെ, അച്ഛൻ അറിഞ്ഞാൽ പ്രശ്നം വഷളാകും. നിന്നെ കാണാൻ അയാളെ അനുവദിക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അയാളെ ഇവിടെ നിന്ന് പുറത്താക്കിയത്. ഇനി മോൾ അവിടെ പോയി അയാളെ കണ്ടു എന്നറിയുകയാണ് എങ്കിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ ഇത് കേൾക്കുന്ന ഇഷ എനിക്ക് അയാളെ കണ്ടേ മതിയാകൂ. കുറച്ച് കാര്യങ്ങൾ അയാളിൽ നിന്ന് എനിക്ക് അറിയാനുണ്ട്. അതിന് ഞാൻ അയാളെ കാണുക തന്നെ ചെയ്യും. അതിപ്പോൾ ആര് എതിർത്താലും ഞാൻ പോകും. അത് എൻ്റെ തീരുമാനമാണ് എന്ന് വ്യക്തമാക്കുന്ന ഇഷ ഇതേ തുടർന്ന് അവിടെ നിന്ന് പോയിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം പുതിയ വഴിത്തിരിവുകളുമായി വീണ്ടും രാഹുൽ തിരികെ എത്തിയിരിക്കുകയാണ്. ഇഷയെ
വിവാഹം കഴിക്കുന്നതിൽ തനിക്കൊരു പ്രോബ്ലവും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന രാഹുൽ അതുകൊണ്ട് തന്നെ അങ്കിൾ പറയുന്നത് പോലെ കാര്യങ്ങൾ നടത്താമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന റാം മോഹന് വളരെയധികം സന്തോഷമായിരിക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ മോൻ കൂടെ നിന്നത് നന്നായി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായിട്ടാണ് ഞാനിത് കാണുന്നത്. എൻ്റെ മകളുടെ ജീവിതം എന്താകും എന്നറിയാതെ ഞാനാകെ വിഷമിക്കുകയായിരുന്നു. ഇനി നീ കൂടെ ഉണ്ടല്ലോ, നീ അവളുടെ കാര്യം കൃത്യമായി നോക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ് എന്ന് പറയുന്ന റാംമോഹൻ അതുകൊണ്ട് തന്നെ വിവാഹത്തിന്റെ കാര്യങ്ങൾ ഉടൻ തന്നെ മുന്നിലേക്ക് കൊണ്ടുപോകാം എന്ന് അറിയിക്കുകയും ചെയ്ത് അവിടെ നിന്ന് മടങ്ങിയിരിക്കുകയാണ്. ഈ കാര്യം അറിയുന്ന രാഹുൽ തൻ്റെ ജീവിതത്തിൽ താൻ കാത്തിരുന്ന ആ വഴിത്തിരിവാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുകയാണ്. ഇനി ഈ അവസരം വരികയില്ല, ഇത് വിട്ടുകളയാൻ ഞാനും ഒരുക്കമല്ല. അതുകൊണ്ട് തന്നെ ഏതറ്റം വരെ പോകാനും തയ്യാറായി തന്നെയാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന രാഹുൽ ഉടൻ തന്നെ വീട്ടിലേക്ക് പോകുകയും തൻ്റെ അച്ഛനെ ചെന്ന് കണ്ട് അച്ഛനോട് കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. എൻ്റെ വഴിയിൽ തടസ്സമായി നിൽക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്കും നല്ലത് എന്ന് വ്യക്തമാക്കുന്ന രാഹുൽ ഇതേ തുടർന്ന് ഇനി കല്യാണത്തിന് കാര്യങ്ങൾ സംസാരിക്കാൻ അയാൾ വരുമ്പോൾ സമ്മതം നൽകിയേക്കണമെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഇതിനിടയിലാണ് സോഹൻ ഈ കാര്യങ്ങൾ അറിയാനിടയാകുന്നത്. ഇതോടെ അഭിഷേകിനെ കാണുന്നതിനായി ചെല്ലുന്ന സോഹൻ ഇഷയുടെ വിവാഹ നിശ്ചയം രാഹുലുമായി നടക്കാൻ പോവുകയാണ് എന്ന് അറിയിക്കുകയാണ്. രാഹുലിന്റെ പേര് കേട്ടതിനെ തുടർന്ന് അഭിഷേകിന് വളരെയധികം ദേഷ്യം വരികയാണ്. അവനൊരു ചതിയനാണ്. അവൻ്റെ കൂടെയൊക്കെ ഈ വിവാഹം നടത്തി കൊടുക്കുന്നത് വലിയൊരു മണ്ടത്തരമാണ്. മാത്രവുമല്ല, ഇഷ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഷയ്ക്ക് വേണ്ടി ഞാൻ ഇനിയും കാത്തിരിക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് നീ എന്തായാലും ഇഷയെ ഒരു തവണ കൂടി പോയി കാണണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹമെന്ന് വ്യക്തമാക്കുകയാണ് സോഹൻ. ഇതോടെ അതിനുള്ള ഒരു അവസരം വരട്ടെ എന്ന് പറയുകയും ചെയ്യുന്ന അഭിഷേക് അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം ഈ വഴിത്തിരിവ് അറിയാനിടയാകുന്നത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആവുകയാണ് ജയരാമന്. തൻ്റെ കോടീശ്വരനാകാനുള്ള പ്രതീക്ഷകളാണ് ഇവിടെ പൊളിയാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉടൻ തന്നെ കണ്ടെത്തിയേ തീരൂ. ദേവബാലയെ കൊല്ലണം, അതിനായുള്ള പദ്ധതികൾ മുന്നിലേക്ക് നീക്കണം എന്നുള്ള തീരുമാനവുമായി ദേവബാലയുടെ മുന്നിലേക്ക് വീണ്ടും കടന്നു വരികയാണ് ജയരാമൻ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.